നമ്മൾ ചുവട്ടിൽ നിന്ന് എന്തൊക്കെ സംസാരിക്കുന്ന ആനെ കൊണ്ട് ചെയ്യിപ്പിക്കാൻ പറ്റുമോ അതെല്ലാം സംസാരിക്കാതെ ആനയുടെ പുറത്തിരുന്ന് കാലനക്കിക്കൊണ്ട് നമുക്ക് ചെയ്യാൻ പറ്റണം. അപ്പോൾ ആ 18 കാല് അതിൽ അരക്കാല് നമുക്ക് ശത്രുക്കളെ ഓടിക്കാൻ ആക്രമിക്കാൻ. അതെ അതെ, അത് ഒരു ആന കുത്താൻ വരുവാണെന്ന് വെച്ചാൽ നമുക്ക് കാലനക്കിയ അതിനെ അറ്റാക്ക് ചെയ്യാൻ ആ ഒരു ധൈര്യം ആനയ്ക്ക് കിട്ടാൻ വേണ്ടി നമ്മൾ നായൊക്കെ കുറച്ചിട്ട് വരുമ്പോൾ പട്ടിയൊക്കെ കുറച്ച് വരുമ്പോഴത്തേക്ക് അതിൻ്റെ നേർക്ക് കാണിച്ചിട്ടൊക്കെ പഠിപ്പിക്കുക. അത് അങ്ങനെ ആനയെ കുളിപ്പിച്ചിട്ട് ഞങ്ങൾ തിരിച്ചു വരുമ്പോൾ ഒരു പെൺകുട്ടി ആന കുത്തി. അപ്പോൾ ഞങ്ങൾ അതിലെ ഇടയ്ക്കൊക്കെ ഞാനും അതിൻ്റെ കൂടെ വരാറുണ്ടല്ലോ. അപ്പോൾ ആ സമയത്തൊക്കെ അവിടുന്ന് ഒരു സ്ത്രീ വന്നിട്ട് അവരുടെ ഒരു 11 വയസ്സുള്ളൊരു മോള് അത് കിടക്കപ്പായിൽ മൂത്രം ഒഴിക്കുന്നു എന്ന് പറഞ്ഞിട്ട് ഈ ആനയുടെ അടിയിൽ കൂടി തടച്ചൊറ്റി കൂടി വിട്ടാൽ അത് മാറുമെന്നുള്ളൊരു സങ്കല്പം, ഒരു വിശ്വാസം. അത് എപ്പോഴും ഈ ആനക്കാരനോട് പറയുമായിരുന്നു അവർ. അപ്പോൾ ഈ ആനയ്ക്ക് താടച്ചോട്ടി കൂടി കിടക്കുന്നത് ഇഷ്ടമല്ല. ഇതിൻ്റെ താടച്ചോട്ടിൽ ആനക്കാരും കിടക്കില്ല. താടച്ചോട്ടിലേക്ക് നമ്മൾ കയറി കഴിഞ്ഞാൽ ഇത് പെട്ടെന്ന് കമന്ന് പേടിച്ചിട്ടാണ്. അതിന് ആ ഒരു വിശ്വാസം ഇല്ലാത്തതുകൊണ്ട് അത് ചെയ്യുന്നതാണ്. അങ്ങനത്തെ പല ആനകളും ഉണ്ട്, ഇപ്പോഴും ഉണ്ട്. പ്രായമായിട്ടും അങ്ങനെ കടക്കാൻ പറ്റാത്ത ആനകൾ ഇപ്പോഴും ഉണ്ട്. ഇപ്പോൾ നമ്മുടെ പുതുപ്പള്ളി കേശവന്റെ താടച്ചോട്ടി കിടക്കാൻ പാടില്ല, അങ്ങനെ ചില ആനകളുണ്ട്. ഗുരുവായൂർ കീർത്തിയാന, ആനകൾ വഴക്കുള്ളതാണല്ലോ, മുന്നിൽ കൂടി ക്രോസ് ചെയ്യാം, ആനയ്ക്ക് പ്രശ്നമില്ല. പക്ഷെ ഇതിൻ്റെ ഉള്ളിൽ കൂടി പറ്റില്ല. അപ്പോൾ അതുപോലത്തെ ഒരു ആനക്കുട്ടിയായിരുന്നത്. അപ്പോൾ അതാണ് ഇദ്ദേഹം നാളെ ആട്ടെ പിന്നെ വരുമ്പോൾ ആട്ടെ എന്നൊക്കെ പറഞ്ഞ് ഒഴിഞ്ഞു മാറിഞ്ഞത്. അന്ന് ഇവർ തടഞ്ഞു നിർത്തിയിട്ട് പറഞ്ഞു ഇന്ന് ഇത് ചെയ്തിട്ട് പോയാൽ മതി എന്ന് പറഞ്ഞു. അപ്പോൾ ഈ സ്ത്രീയുടെ ഭർത്താവ് ആ നാട്ടിലെ ഏറ്റവും വലിയൊരു റൗഡിയാണ്. ശരി. അപ്പോൾ അവിടെ ചങ്ങനാശ്ശേരി പറാൽ കുടുംബത്തിൽ തീവെപ്പൊക്കെ നടത്തിയ ആളാന്നൊക്കെ പറഞ്ഞിട്ടൊക്കെ പേടിപ്പിച്ചിട്ടൊക്കെ ഓരോരുത്തർ അങ്ങനെയൊക്കെ കേട്ടുകഴി വെള്ളമുണ്ട്. പുള്ളി പറഞ്ഞു എന്നാൽ പിന്നെ അങ്ങ് ചെയ്യാമെന്ന് പറഞ്ഞിട്ട് ഒരു 50 പൈസ മേടിച്ചിട്ട് എന്നോട് പറഞ്ഞു ഒരു ചക്കര മേടിച്ചുകൊണ്ട് വരാൻ പറഞ്ഞു. 50 പൈസയുടെ ചക്കര മേടിച്ചുകൊണ്ട് വന്നിയാണ്. അപ്പോൾ എന്നോട് പറഞ്ഞു നീ ഇത് ആളുടെ വായിലോട്ട് ഇങ്ങനെ കൊടുക്കണം, ഒരെണ്ണം കൊടുക്കുക, രണ്ടാമത്തേത് ഇങ്ങനെ നാക്കയിൽ ഇങ്ങനെ തൊട്ട് വിടുക. അപ്പോൾ ഞാൻ കുട്ടി അങ്ങോട്ട് വിട്ടോളാം എന്ന് പറഞ്ഞു. ആയിക്കോട്ടെ എന്ന് പറഞ്ഞു. അപ്പോൾ എൻ്റെ വടിയും വെട്ടെത്തിയുണ്ട്. ഞാൻ ഇതൊരു കൈ പിടിച്ചിട്ട് ഈ ശർക്കര ഒരെണ്ണം ആനയ്ക്ക് കൊടുത്തു. രണ്ടാമത്തെ കഷ്ണം ഇങ്ങനെ കൊടുത്ത് നല്ലോണം നാവേൽ വെച്ച് ഇങ്ങനെ ഉരച്ചുരച്ച് കൊടുത്തു. അപ്പോൾ ആന നല്ലോണം തല പൊട്ടി പിടിച്ചേക്കായിരുന്നു. അപ്പോൾ ഈ കുട്ടിയെ ഇങ്ങനെ ചേർത്ത് പിടിച്ചിട്ട് കുട്ടിയെ ഇങ്ങനെ അടിയിലേക്ക് അപ്പുറത്തേക്ക് തള്ളി അങ്ങ് വിട്ടു. അപ്പുറത്തേക്ക് കടന്ന കുട്ടി അപ്പുറത്ത് പോയാൽ പിന്നെ ഒറ്റയ്ക്കല്ലേ ഉള്ളൂ. കുട്ടിയെ ഇയാൾ പിടുത്തം വിട്ടോടുകൂടി കുട്ടി റിവേഴ്സിങ് പോയി. ആന പേടിച്ചു പോയി. ആന പെട്ടെന്ന് കമന്നടിച്ച പോലെ അങ്ങ് വീണു. കമന്നം കിടന്നു. ഈ കുട്ടി അതിനടിയിൽ പെട്ടു. അടിയിൽ പെട്ട് ഈ ആനയുടെ കൊമ്പ് കിഴക്കുമ്പോൾ ആനയാണ്. അതിൻ്റെ കൊമ്പ് ഈ കുട്ടിയുടെ വലത്തെ കയ്യിൽ ആണെന്ന് തോന്നുന്നു. ഈ കൈയുടെ ഈ പൊരടിമേൽ, കൈയുടെ ഈ പുറത്ത് അതിലാണ് കൊമ്പ് കൊണ്ട്. അപ്പോൾ അതിങ്ങനെ മണ്ണിൽ വെച്ചിട്ട് ചെറിയ മെറ്റിലും ഉണ്ട് അവിടെ. അതിൽ വെച്ചിട്ട് ഇങ്ങനെ ഇങ്ങനെ നിരക്കുന്ന കണ്ടു. അപ്പോൾ ചട്ടക്കാരൻ പുറകിൽ ഇറങ്ങി നിന്നിട്ട് അതിൻ്റെ ഈ വലത്തെ അമരത്ത് ചെരുപ്പടിക്കുന്ന അകത്തിൻ്റെ മേളിൽ ഭാഗത്ത് ആയിട്ട് അടിക്കുന്നുണ്ട്. ആന ഒഴിയുന്നില്ല. ഞാൻ പെട്ടെന്ന് എന്താ ചെയ്യേണ്ടതെന്നുള്ള അറിയാണ്ട് ഇത് അടിക്കുന്ന കണ്ടു. എന്നിട്ടും ആന മാറുന്നില്ല. നോക്കുമ്പോൾ ഇതിങ്ങനെ കാണുന്നു, ചോര ആവുന്നു. ഞാൻ പെട്ടെന്ന് ഈ ശർക്കര വായിലേക്ക് ഇട്ട് വടികം പിന്നീട് 4 എണ്ണം വെച്ച് കൊടുത്തു. 4 എണ്ണം വെച്ച് കൊടുത്തോട് കൂടിയിട്ട് കീ എന്ന് പറഞ്ഞിട്ട് ആന പെട്ടെന്ന് അങ്ങ് മാറി. ഞാൻ ഈ തലയുടെ കെട്ടുന്ന അടിച്ചാൽ എന്നെ ഒരു വരപ്പ് ചീത്ത പറഞ്ഞു. എന്തിനാണ് അതല്ലേന്ന് ചോദിച്ചിട്ട്. എന്തായാലും അവിടുന്ന് ആ കുട്ടി അവിടുന്ന് എഴുന്നേറ്റ് അങ്ങോട്ട് ഓടിയിട്ട് ബോധം കെട്ട് വീണു. അത് തള്ളയപ്പോഴേക്കും ബോധം കെട്ട് വീണു. എല്ലാ ആൾക്കാരൊക്കെ ഓടിക്കൂടി. അപ്പോൾ അവർ പറഞ്ഞു അവനെങ്ങാനും കേട്ടോണ്ട് വന്നാൽ വെട്ടിക്കൊല്ലും, വേഗം പൊക്കോ പറഞ്ഞു. വേറൊന്നും പറ്റിയിട്ടില്ല. ആന മനഃപൂർവ്വം കുത്തിയതും അല്ല, അത് പേടിച്ച് സംഭവിച്ചു പോയതാണ്. ഞങ്ങൾ ആനയും കൊണ്ട് വേഗം അവിടെ നിന്ന് വിട്ടു. മുതലാളിയുടെ അവിടെ വന്ന് വിവരം പറഞ്ഞു. നിങ്ങൾ ഭക്ഷണം കഴിച്ചോളാൻ പറഞ്ഞു. ഞങ്ങൾ ഭക്ഷണം കഴിച്ചു. ചോറൊക്കെ ഉണ്ടിട്ട് ഞങ്ങൾ അപ്പുറത്ത് ആന അവിടെ നിൽപ്പുണ്ട്. ഞങ്ങളതിൻ്റെ പുറകിൽ ഇങ്ങനെ പേടിച്ച് നിൽക്കുക. അപ്പോഴേക്കും ഈ കുട്ടിയുടെ അച്ഛനും വേറൊരാളും കൂടി സൈക്കിളിൽ വന്നു. വന്നപ്പോൾ ഞങ്ങൾ ഒളിച്ചങ്ങ് നിന്നു. ഉമ്മർത്ത് വന്ന് സംസാരിച്ചു, മുതലാളിയായിട്ട് സംസാരിച്ചു. മുതലാളി കാത്തു നിൽക്കുകയായിരുന്നു. വാന്ന് പറഞ്ഞ് വിളിച്ചിരുത്തി. വിഷമിക്കേണ്ട, നമ്മുടെ ചട്ടക്കാരൻ അങ്ങ് അപ്പുറത്ത് മാറി ഓടാൻ തയ്യാറായിട്ടാണ് നിൽക്കുന്നത്. പുള്ളി അങ്ങ് മാറി ഭയന്ന് നിൽക്കുക. ഞാനടുത്ത് മറവിൽ പോയി നിന്നിട്ട് ഞാൻ പറഞ്ഞു കേട്ടു, ഒന്നും പേടിക്കണ്ട, ഭാഗ്യത്തിനൊന്നും പറ്റിയിട്ടില്ലല്ലോ, കൈയുടെ പുറത്തല്ലേ പറ്റിയിട്ടുള്ളൂ. ഞങ്ങൾ പറഞ്ഞു കൈയുടെ പുറത്താണ്, ഇവിടെയാണ് പറ്റിയേക്കണമെന്നൊക്കെ പറഞ്ഞു. ആശുപത്രി ചിലവെല്ലാം ഞാൻ എടുത്തോളാം, നിങ്ങളൊന്നുകൊണ്ടും വിഷമിക്കേണ്ട, എല്ലാം ഞാൻ നോക്കിക്കോളാം, സമാധാനമായിട്ട് പൊയ്ക്കോ എന്നൊക്കെ പറഞ്ഞ് പുള്ളി സമാധാനമായിട്ട് പറഞ്ഞയച്ചു. ആന നിൽക്കുന്നിടത്തേക്ക് ഞങ്ങൾ നടന്നു വന്നു. അപ്പോൾ ഇവരെ പടി അങ്ങോട്ട് ഇറങ്ങിയിട്ട് അങ്ങോട്ട് പോകുമ്പോൾ ഈ ആന നിൽക്കുന്നിടത്തേക്ക് തിരിഞ്ഞു നോക്കിയപ്പോൾ ഞങ്ങൾ രണ്ടുപേരും നിൽക്കുന്നു. അപ്പോൾ ഈ കുട്ടിയുടെ അച്ഛൻ സൈക്കിളിൻ്റെ പുറകിൽ ഇരുന്നിട്ട് ഇങ്ങനെ കാണിച്ച്, അതിപ്പോഴും മനസ്സിൽ വെച്ചിട്ടുണ്ടാകാനൊക്കെ എന്നുള്ള അർത്ഥത്തിൽ ഇങ്ങനെ കാണിച്ചു. അപ്പോഴത്തേക്കും ചട്ടക്കാരന് പേടിയായി. ചട്ടക്കാരൻ മുതലാളിയോട് പറഞ്ഞു, ഇവിടെ നിന്നാൽ അവൻ നമ്മളെ ഉപദ്രവിക്കും, എനിക്ക് ആ വഴിക്കൊക്കെ തന്നെ പോകേണ്ടത്, ഞാൻ ബസ് ഇറങ്ങിയിട്ട് ആ വഴിക്കാണ് വരുന്നത്, എനിക്ക് പറ്റില്ല, എന്താ ചെയ്യേണ്ടത് ചോദിച്ചു. അപ്പോൾ നിങ്ങളൊരു കാര്യം ചെയ്യും, എൻ്റെ മോൻ കല്യാണം കഴിച്ചേക്കുന്ന പായിപ്പാടാണ്,
നിങ്ങൾ ആനയും കൊണ്ട് പായിപ്പാട്ടേക്ക് വെക്കും. അങ്ങനെ ഞങ്ങൾ ആനയും കൊണ്ട് പായിപ്പാട് എത്തി. അന്ന് അവിടെ കിടന്നുറങ്ങി. പിറ്റേ ദിവസം ഞങ്ങൾ ആനയും കൊണ്ട് പായിപ്പാട് കവല കഴിഞ്ഞിട്ട് ആഞ്ഞിലിത്താനം കവിയൂർക്ക് പോകുന്ന റൂട്ടിൽ ആഞ്ഞിലിത്താനത്തെ ഒരു പാലമുണ്ട്, അവിടെ ഒരു തോടുണ്ട്. അവിടെ കൊണ്ടുപോയി ആനയെ കുളിപ്പിക്കാമെന്ന് അവർ പറഞ്ഞു. അവിടെ കൊണ്ടുപോയി കുളിപ്പിച്ചിട്ട് ആനയ്ക്ക് തീറ്റയൊക്കെ എടുത്ത് വരാൻ പറഞ്ഞു. അങ്ങനെ ഞങ്ങൾ ആനയും കൊണ്ട് പോയി. ഞങ്ങൾ പാലത്തിൻ്റെ മേലെ വശത്തുള്ള കടവിൽ ഞങ്ങൾ ആനയെ ഇറക്കി കഴുകുമ്പോൾ താഴത്തെ കടവിൽ ഒരു ചെറിയൊരു ആനയെ കുളിപ്പിക്കുന്നുണ്ട്. അത് ഭയങ്കര അലർച്ചയും ബഹളവും. അതിനെ കരയ്ക്ക് നിൽക്കുന്ന തെങ്ങുമ്മേൽ ചങ്ങലയൊക്കെ ഇട്ട് കെട്ടിയിട്ടുണ്ട്. അവിടെ ഒരുപാട് ആൾക്കാരും കൂടി നിൽക്കുന്നുണ്ട്. അപ്പോൾ ഞാൻ ഈ പാലത്തിനടി കൂടി ആദ്യം ഒന്ന് പോയി നോക്കി എന്താ അവിടെ സംഭവം. അപ്പോൾ ഒരു കുട്ടിയാനയാണ്, ഒരു 10-8 വയസ്സ് പ്രായം. നമ്മുടെ ആനയ്ക്ക് ഏറെക്കുറെ പ്രായമുള്ളൂ. നമ്മുടെ ആനക്കുട്ടിക്ക് ഒരു 15 വയസ്സോളം വരും. പക്ഷേ ഒരു 10 വയസ്സിൻ്റെ അതിനെക്കാട്ടി ചെറുതായത്. ഇത് ഇച്ചിരി കൂരി സൈസാണ് നമ്മുടെ ആന, ഇച്ചിരി കൂടുതലാണ്. അപ്പോൾ ഞാനിതിനെ കഴുകാൻ ഞങ്ങൾ പിടിച്ച് കിടത്തി കഴുകി. പുള്ളി വഴക്ക് പറയും, നമ്മളൊരു ആനയും കൊണ്ട് വന്നു കഴിഞ്ഞാൽ അത് ശ്രദ്ധ മുഴുവൻ ഇവിടെ ആയിരിക്കണം, വേറെ എങ്ങും പോകാൻ പറ്റില്ല, അങ്ങോട്ടും ഇങ്ങോട്ടും നോക്കി വായി നോക്കി കിടക്കരുതെന്നൊക്കെ പറയും. അപ്പോൾ ഇതിനെ കഴുകുമ്പോഴൊക്കെ പുള്ളി കാണാണ്ട് ഞാൻ അതിനെ നോക്കുന്നുണ്ട്. അതതിനിടയ്ക്ക് അലറുമ്പോൾ നമുക്ക് നോക്കാനൊരു ധൈര്യമുണ്ട്. അതുകൊണ്ട് നോക്കിയതാണല്ലോ. അങ്ങനെയൊക്കെ എത്തിച്ചു നോക്കും. അങ്ങനെ ഇതിനെ കഴുകി നിർത്തിയിട്ട് പുള്ളി കുളിക്കുന്ന സമയം കൊണ്ട് ഞാനൊന്ന് ഓടിപ്പോയി, ചേട്ടാ ഞാനൊന്ന് നോക്കിയിട്ട് വരാമെന്ന് പറഞ്ഞിട്ട് പോയി. അവരെ ഒന്ന് പരിചയപ്പെട്ട് ജസ്റ്റ് ഞങ്ങൾ ഈ ആനയും കൊണ്ട് വന്നതാന്ന് പറഞ്ഞിട്ട് എനിക്ക് അവരെ ഒന്ന് പരിചയപ്പെടും. ആനക്കാരനുമായിട്ട്, അത് കേശവൻ എന്ന് പറഞ്ഞൊരു ആനക്കാരനായിരുന്നു. തിരുവല്ല രാഗൻ ടെക്സ്റ്റൈൽസൊക്കെ ഇപ്പോൾ ഇരിക്കുന്ന അവിടുന്ന് ആ ബസ് സ്റ്റാൻഡിൻ്റെ ഓപ്പോസിറ്റിലൊരു മരഡിപ്പോ ഉണ്ട്, തടി ഡിപ്പോ. ആ ഡിപ്പോയിൽ കാർത്തിയാനി എന്ന് പറഞ്ഞൊരു ഒരു പിടിയാനുണ്ട്. ആ പിടിയാനയുടെ 2ാം പാപ്പാനാണ് ഈ കേശവൻ ചേട്ടൻ. അപ്പോൾ ഈ കേശവൻ ചേട്ടനെ ഇവർക്കൊരു ആനക്കാരൻ വരുന്നവരത്തേക്ക് ഈ മല്യത്ത് വിനോദ് എന്ന് പറയുന്ന ആന, ഇന്നത്തെ മഞ്ഞക്കടമ്പ് വിനോദ്, ആ ആനക്കുട്ടിക്ക് അതിനെ സുൽത്താൻ ബത്തേരി നിലേലം ചെയ്തിട്ട് 10,000 രൂപയ്ക്ക് എൻ്റെ മേടിച്ചുകൊണ്ട് വന്ന 10 വയസ്സുള്ളൊരു ആനക്കുട്ടി. അങ്ങനെ അതിനെ പോയിട്ട് കാണും. ഞങ്ങൾ ഈ ആനയെ കുളിപ്പിക്കാൻ പോകുമ്പോഴൊക്കെ ഇത് അവിടെ വരും, ഞങ്ങൾ പോയി കാണും. അങ്ങനെ പുള്ളിയായിട്ട് സംസാരിക്കും. അങ്ങനെ പുള്ളി എന്നോട് പറഞ്ഞ്, എനിക്ക് എന്തെങ്കിലും ബുദ്ധിമുട്ടുണ്ടെന്ന് വെച്ചാൽ നീ പോരെ, നമുക്ക് ഇതിൻ്റെ കൂടെ നിൽക്കാം എന്നൊക്കെ. അപ്പോൾ എൻ്റെ സാമർത്ഥ്യവും കാര്യങ്ങളൊക്കെ കണ്ടപ്പം കൊച്ചു പയ്യനാണെങ്കിലും എനിക്കന്ന് 15 വയസ്സുണ്ട്. അപ്പോൾ ആ ഒരു ഇതിൽ എന്നെ വിളിച്ചു. ഞാൻ വരാം, കുറച്ച് ദിവസം കഴിയട്ടെ ഞാൻ വന്നോളാം എന്നൊക്കെ പറഞ്ഞിട്ട് ഞാനിങ്ങനെ ഒരു അഡ്ജസ്റ്റ്മെൻറ്റിൽ നമുക്കൊരു വേക്കൻസി റെഡിയാക്കി അവിടെ വെച്ച് തരാം. അങ്ങനെ ഒരിക്കലെ ഒരാഴ്ച കഴിഞ്ഞപ്പോഴേക്കും ഇദ്ദേഹം ശമ്പളം മേടിക്കാൻ വേണ്ടിയിട്ട് പോകണം. പുള്ളിക്ക് ചങ്ങനാശ്ശേരിക്ക് പോകാൻ പേടി. അപ്പോൾ വട്ടപ്പള്ളി സൈക്കിൾ ഷോപ്പിൽ പോയിട്ട് ശമ്പളം മേടിച്ച് വരാൻ പറഞ്ഞു. ഞാൻ പോയി ശമ്പളം വാങ്ങിച്ച് തിരിച്ചു വന്നു. പൈസ പുള്ളിക്ക് കൊടുത്തു. അത് കഴിഞ്ഞിട്ട് വൈകുന്നേരം വെള്ളം കൊടുത്ത് കെട്ടിക്കഴിഞ്ഞിട്ട് എന്നോട് പറഞ്ഞു, ആനയെ അഴിക്കൊന്നും ചെയ്യരുത്, ഞാൻ നാളത്തെ കഴിഞ്ഞ് മറ്റന്നാൾ ഞാൻ എത്തിക്കോളാം. പുള്ളിക്ക് അന്നേരം പിറ്റേ ദിവസം എന്തോ ഒരു ആവശ്യമുണ്ട്, ശമ്പളം മേടിച്ച് പോകണമല്ലോ. അപ്പോൾ പുള്ളി എന്നെ വിളിച്ചുകൊണ്ട് പായിപ്പാട് കവലയെ വന്നിട്ട് കവലയെ പടിഞ്ഞാറ് ഭാഗത്തൊരു അഴിയൊക്കെ അടച്ച ഒരു ചായക്കടയുണ്ട്. അവിടെ കയറി ഇരുന്നിട്ട് ഒരു അടയും ഒരു കട്ടൻ കാപ്പിയും മേടിച്ചു തന്നു. അത് കഴിച്ചുകൊണ്ട് ഇങ്ങനെ നിൽക്കുമ്പോൾ എന്നോട് പറഞ്ഞു, ആനയെ തല്ലൊന്നും ചെയ്യരുത്, ആനയ്ക്ക് ആവശ്യത്തിന് തീറ്റയും വെള്ളമൊക്കെ ഇട്ട് കൊടുക്കണം, വലിച്ചു വാരി ഇട്ട് കൊടുക്കണ്ട, പിന്നെ അഴിക്കരുത്, അങ്ങനെയുള്ള കുറേ ഉപദേശങ്ങളെല്ലാം തന്നു. അതിനിടയിൽ തിരുവല്ല ബസ് വന്നു. ഞാൻ പോവുകയാണ് എന്ന് പറഞ്ഞിട്ട് പുള്ളി ഓടിപ്പോയി ബസ്സിൽ കയറി അങ്ങ് പോയി. അപ്പോൾ ഈ ചായക്കടയിലെ പൈസ പുള്ളി കൊടുത്തു, അത് മാത്രമേ കൊടുത്തിട്ടുള്ളൂ. അപ്പോൾ എനിക്കൊരു ബീഡി മേടിക്കാനുള്ള പൈസ പോലും തന്നില്ല. അപ്പോൾ അതെനിക്ക് വല്ലാത്തൊരു വിഷമമായിട്ട് തോന്നി. പിന്നെ അപ്പുറത്ത് എനിക്കൊരു വേക്കൻസി ഉണ്ടെന്നുള്ളൊരു ധാരണയുണ്ടല്ലോ. അപ്പോൾ അതുകൊണ്ട് എനിക്കിവിടെ നീ നിൽക്കണ്ടെന്നുള്ള ധാരണ വന്നു. രാവിലെ പുള്ളി വരുന്നതും കാത്ത് ഞാൻ റെഡിയായിട്ട് നിന്നു. പുള്ളി പായിപ്പാട് കവലയിൽ ബസ് ഇറങ്ങിയപ്പോൾ ഞാൻ അപ്പുറത്ത് ചായക്കടയിൽ ഇരിപ്പുണ്ട്. പുള്ളി ഇറങ്ങിയപ്പോൾ ഞാൻ മെല്ലെ അവിടെ നിന്ന് നൈസായിട്ട്, പുള്ളി സ്ഥിരം കയറുന്ന കടയിൽ ഞാൻ കയറിയില്ല, മാറിയിരിക്കുക. ഞാൻ വേറൊരു കടയിൽ കയറിയിരിക്കുക. പുള്ളി ആ കടയിലോട്ട് കയറി പോകുന്നത് കണ്ടു. ആ കടയിൽ നിന്ന് തിരിച്ച് പുള്ളി ഇറങ്ങി പായിപ്പാട്ട് ആന നിൽക്കുന്നിടത്തോട്ട് നടന്നു കഴിഞ്ഞപ്പോൾ ഞാൻ ഇവിടുന്ന് മെല്ലെ ഓടി. പായിപ്പാട് അമ്പലത്തിൻ്റെ അവിടെയാണ് വിനോദാനം നിൽക്കുന്നത്. ഞാൻ വേഗം അവിടേക്ക് വെച്ച് പിടിച്ചു. അവിടെ ചെന്നപ്പോൾ ആന അവിടെ നിൽപ്പുണ്ട് ഒരു പറമ്പിൽ. അപ്പോൾ കേശവേട്ടനും ഒരു 3-4 പേര് ഇരുന്നിട്ട് ചീട്ട് കളിക്കുകയാണ്. ഈ കുണുക്കൊക്കെ ഇട്ടിട്ട് വെള്ളക്കയൊക്കെ മച്ചിങ്ങയൊക്കെ വെച്ചിട്ട് ചീട്ട് കളിച്ചുകൊണ്ടിരിക്കുകയാണ്. എന്നെ വന്നിട്ട് വാട എന്ന് പറഞ്ഞ് വിളിച്ചു. അവിടെ ചെന്ന് കഴിഞ്ഞപ്പോഴത്തേക്കും ആദ്യം പുള്ളി ചോദിച്ചു, നീ വല്ലതും കഴിച്ചാണോ എന്ന് ചോദിച്ചു. അപ്പോൾ ഞാൻ രാവിലെ ചായ കുടിച്ചാന്ന് പറഞ്ഞു. അപ്പോൾ എന്നോട് പറഞ്ഞു, ആയിക്കോട്ടെ, നീ അതാണ്ട് അവിടെ അമ്പലത്തിൻ്റെ ഫ്രണ്ടിൽ ചായക്കടയുണ്ട്, അവിടെ പോയിട്ട് വയറ് നിറച്ച് ഭക്ഷണം കഴിച്ചിട്ട് വാ, നിനക്കിഷ്ടമുള്ള എന്താണെന്ന് വെച്ചാൽ കഴിച്ചോ, ഞാൻ പറഞ്ഞു വിട്ടാന്ന് പറഞ്ഞാൽ മതി എന്ന് പറഞ്ഞു. അപ്പോൾ ഞാൻ പറഞ്ഞു, ഞാൻ പൊക്കോളാം എന്ന് പറഞ്ഞിട്ട് പിന്നെ നിന്ന് പരിങ്ങിയപ്പോൾ എല്ലാവരും കൂടി അങ്ങ് നിർബന്ധിച്ചു. ചിലടാ പോയി കഴിച്ചോ, ചേട്ടൻ പറഞ്ഞതല്ലേ പോയി കഴിച്ചിട്ട് വാ എന്ന് പറഞ്ഞു. ഞാൻ മെല്ലെ നടന്ന് അവിടെ ചെന്ന്
അതിന് ആനക്കാരൻ കേശവൻ ചേട്ടൻ പറഞ്ഞിട്ടാ വന്നെന്ന് പറഞ്ഞു. എന്താ വേണ്ടതെന്ന് ചോദിച്ചു. അപ്പോൾ കഴിക്കാൻ എന്താ ഉള്ളത് ചോദിച്ചപ്പോൾ ദോശയും കടലയും വയറ് നിറച്ച് കഴിച്ചു. അത് കഴിച്ച് ചായയും കുടിച്ച് വീഡിയോ എന്തെങ്കിലുമൊക്കെ വേണം മേടിച്ചോന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു പോണ വഴിക്ക്. പുള്ളിക്കാരെ ഞങ്ങൾ അവിടെ ഇരുന്ന് വലിക്കുന്നത് ഒരു വിട്ട് വീടിയും ഒരു തീപ്പെട്ടിയൊക്കെ മേടിച്ച് കയ്യിൽ വെച്ച് തിരിച്ചു വന്നു കഴിഞ്ഞപ്പോഴത്തേക്കും കഴിച്ചോന്ന് ചോദിച്ചു. വീഡിയൊക്കെ മേടിച്ചോന്ന് ചോദിച്ചു. അതൊക്കെ മേടിച്ചെന്ന് പറഞ്ഞു ഒരു നാണത്തോടെ. അതൊക്കെ മേടിച്ചെന്ന് പറഞ്ഞു. അപ്പം മറ്റവർ ഇച്ചിരി ഉള്ളൂ വീഡിയൊക്കെ വലിക്കും. അവൻ നമ്മളെക്കാട്ടി നന്നായിട്ട് വലിക്കും പറഞ്ഞിട്ട് മൂക്കിൽ കൂടെ ഒക്കെ പുക വിടുമെന്ന്. അങ്ങനെ അവിടെ ഇരുന്നിട്ട് ഇവർ കളിച്ചുകൊണ്ടിരുന്നു. ഞാൻ കുറച്ച് നേരം ഇതൊക്കെ നോക്കിയിരുന്നു, ആനയുടെ അടുത്ത് നോക്കിയിരുന്നു. അതിനിടയ്ക്ക് പുള്ളി പറഞ്ഞു ആനയ്ക്ക് 2 ഓല ഇട്ട് കൊടുക്കാൻ പറഞ്ഞു. അതൊക്കെ ഭയങ്കര സന്തോഷമുള്ള കാര്യമായിരുന്നു. നമ്മൾ പോയി അതിന് ഓല ഇട്ട് കൊടുത്തു. ആനയ്ക്ക് അങ്ങനെ പ്രത്യേകിച്ച് ആരോടും ദേഷ്യമോ വൈരാഗ്യമൊന്നും ഇല്ലാത്തൊരു പേടിയാണ് ആനയ്ക്ക്. അപ്പോൾ ആനക്കുട്ടി നമ്മളതിനെ അടുത്തിരുന്ന് കാണുകയാണ്. പിന്നെ അതിൻ്റെ ഒരു ഭാഗമാവുകയും കൂടി ചെയ്യാം. അപ്പം അങ്ങനെ അതിനെ മാത്രം നിരീക്ഷിച്ചിങ്ങനെ ഇരുന്നു. അതുകൊണ്ട് ഉച്ചയായി, ഊണ് കഴിക്കേണ്ട സമയമായപ്പോഴേക്ക് എന്നോട് പറഞ്ഞു ഇവരാരും എഴുന്നേക്കുന്ന മട്ടില്ല. എന്നെ വിളിച്ചു, എടാ ഇഞ്ഞു വാന്ന് പറഞ്ഞു. വന്നു കഴിഞ്ഞപ്പോൾ വിശക്കുന്നില്ലേ? ഞാൻ പറഞ്ഞു വിശക്കുന്നൊന്നുമില്ല, ഉണ്ടാവും. തോണ്ട് ആ കാണുന്ന വീടുണ്ട്, അവിടെ ചെന്ന് കഴിഞ്ഞാൽ നേരെ എന്നാൽ കഥ അങ്ങോട്ട് തുറന്ന് മുറിയിലോട്ട് കയറിയ ഒരു കല നിറച്ച് ചോറ് വെച്ചു. നല്ല കുത്തരി ചോറ്, അടിപൊളി ചോറ് ഇരിപ്പുണ്ട്. കൂട്ടാനൊന്നും വെച്ചിട്ടില്ല, തേങ്ങാ സംബന്ധിയാണ്. ഇതുണ്ട് അവിടെ ഇരിപ്പുണ്ട്, നീ പോയി കഴിച്ചിട്ട് പോകാമെന്ന് പറഞ്ഞു. അപ്പോൾ ഞാൻ പിന്നെയും മടിച്ച് ചെന്നപ്പോൾ എല്ലാവരും കൂടി അങ്ങ് നിർബന്ധിച്ചു പോയി കഴിച്ചിട്ട് പോകാമെന്ന് പറഞ്ഞു. ഞാൻ മെല്ലെ ചെന്നു. അവിടെ ചെന്ന് നോക്കുമ്പോൾ നല്ലൊരു ഇത്രയുള്ള ഒരു കലം നിറച്ച് പുള്ളിക്കൊരു 2 നേരത്തേക്ക് 2-3 നേരത്തേക്കുള്ള ചോറുണ്ട്. ഒക്കെ നോക്കി ഒരു പ്ലേറ്റ് എടുത്ത് കഴുകിക്കൊണ്ട് വന്നിട്ട് അങ്ങോട്ട് ഇരുന്നു. കഴിച്ച് തുടങ്ങി കഴിഞ്ഞപ്പോഴത്തേക്ക് ഈ സമ്മന്തിയും ഇതും കൊണ്ടുള്ള ആ കോമ്പിനേഷൻ. അപ്പോൾ വെളിച്ചെണ്ണ ഇരിപ്പുണ്ട്. ആ വെളിച്ചെണ്ണ എടുത്ത് ഒഴിച്ചു. എനിക്ക് വെളിച്ചെണ്ണ ഭയങ്കര ഇഷ്ടമാണ്. അത് ഒഴിച്ച് ആ വെളിച്ചെണ്ണ കൂടി ഇത്തിരി അങ്ങോട്ട് ഒഴിച്ച് അങ്ങോട്ട് കഴിച്ചു തുടങ്ങിയപ്പോഴത്തേക്ക് പിന്നെ സഹിക്കാൻ പറ്റാണ്ടായി. ടേസ്റ്റ് ഉണ്ട്. ആ ചോറ് മുഴുവൻ ഞാൻ ഉണ്ട്. ആ ഒരു കലം ചോറും ഉണ്ട്, ആ സമ്മന്തി മുഴുവൻ തിന്നു. എന്നിട്ട് ആ കലമൊക്കെ കഴുകി അവിടെ കമത്തി വെച്ചു. എന്നിട്ട് ഞാൻ തിരിച്ചു വന്നപ്പോൾ കഴിച്ചോന്ന് ചോദിച്ചു. ഇത് കഴിച്ചു ഒന്നും കാണാനില്ലല്ലോ. ഞാൻ പറഞ്ഞു കഴിച്ചു. അപ്പടി കഴിച്ചു എന്ന് പറഞ്ഞു. അപ്പടി കഴിച്ചു? മുഴുവൻ കഴിച്ചോന്ന് ചോദിച്ചു. മുഴുവൻ കഴിച്ചെന്ന് പറഞ്ഞു. മുഴുവൻ കഴിച്ച് കലം അവിടെ കമത്തി വെച്ചിട്ടുണ്ടെന്ന് പറഞ്ഞു. പുള്ളിക്കൊക്കെ ഭയങ്കര ഇഷ്ടം. എല്ലാവരും പരസ്പരം മൊത്തോട് വന്ന് നോക്കിയാൽ എനിക്കിങ്ങനത്തെ പിള്ളേരെ എനിക്കിഷ്ടം. വല്ലതൊക്കെ കഴിക്കണം, അങ്ങനെ തന്നെ വേണ്ടത്. നിനക്ക് എന്താ കണ്ടെച്ചാൽ എന്നോട് പറഞ്ഞാൽ മതി, ഞാൻ മേടിച്ചു തരാം, കഴിച്ചോളാൻ പറഞ്ഞു. അങ്ങനെ കുറച്ച് നേരം കഴിഞ്ഞ് ഇവരെല്ലാവരും കൂടി കളി ജയിച്ച് ആ ജയിച്ച ടീം മറ്റവരെയും കൊണ്ട് പോയി. എല്ലാവരും കൂടി പോയിട്ട് കള്ള് ഷാപ്പിലേക്ക് പോയി. നീ ഇവിടെ ഇരിക്കുക, ഞങ്ങളിപ്പോൾ വരാമെന്ന് പറഞ്ഞിട്ട് പോയി. 2 ഓലയും കൂടി ഇട്ട് കൊടുക്കാൻ പറഞ്ഞു. ഒരു 3-3:30-4 മണിയൊക്കെ ആയപ്പോഴേക്ക് ഇവർ തിരിച്ചു വന്നു. കള്ളൊക്കെ കുടിച്ചിട്ട് തിരിച്ചു വന്നു. എന്നിട്ട് പറഞ്ഞ് നമുക്ക് അവിടെ തോടുണ്ട്, അവിടെ പോയിട്ട് ആനയെ കുളിപ്പിക്കാമെന്ന് പറഞ്ഞു. അപ്പോൾ അങ്ങനെ ആനയെ കുളിപ്പിക്കാൻ ഞങ്ങൾ പോവുകയാണ്. വിനോദിൻ്റെ കൂടെ ഞാൻ ചാർജ് എടുത്തു. അതെ, അങ്ങനെ വിനോദിൻ്റെ ഒഫീഷ്യൽ ആനക്കാരനായി. ഒന്നാം പാപ്പാൻ കേശവൻ ചേട്ടൻ. അപ്പോൾ ഈ ആനക്കുട്ടി വന്നിട്ട് കുറച്ച് ദിവസങ്ങളേ ആയിട്ടുള്ളൂ. സുൽത്താൻ ബത്തേരി നിലയം ചെയ്തിട്ട് കൊണ്ടുവന്നിട്ടുള്ള അതിന്. അപ്പോൾ കാട്ടുപഴക്കം തീർന്നിട്ടില്ല, ആനയ്ക്കൊന്നും അറിയത്തില്ല, എല്ലാത്തിനും പേടി കൂടുതലാണ്, കുട്ടിയാനയാണ്. അപ്പോൾ അത്യാവശ്യം കാര്യങ്ങളെല്ലാം കേശവൻ ചേട്ടൻ എനിക്ക് പറഞ്ഞ് അതിനോട് സമീപിക്കേണ്ട രീതി. കുറച്ച് ദിവസം കഴിഞ്ഞപ്പോഴേക്കും അവരുടെ ഒരു പഴയ ആനക്കാരൻ അവിടെ എത്തി. അപ്പോൾ ആ പുള്ളി എത്തിക്കഴിഞ്ഞു. രാമൻകുട്ടി നായർ എന്ന് പറഞ്ഞ ഒരാളവിടെ വന്നിട്ടുണ്ട്, അവരുടെ പഴയ ആനക്കാരനാന്ന് പറഞ്ഞു. അദ്ദേഹം വന്നറിഞ്ഞ് അവരെടുത്തയച്ച് വരുത്തിയതിട്ടുള്ളതാണ്. അപ്പോൾ അദ്ദേഹം വരുന്നിടം വരത്തേക്കാണ് കേശവൻ ചേട്ടൻ ഈ ആനയെ ഏൽപ്പിച്ചേക്കുന്നത്. അപ്പോൾ അദ്ദേഹം വന്ന് അറിഞ്ഞ ഉടനെ നമുക്ക് ആനയും കൊണ്ട് അങ്ങോട്ട് വല്യത്തേക്ക് പോകാമെന്ന് പറഞ്ഞു. ഞാൻ അതിൻ്റെ പുറത്ത് കയറ്റിയിരുത്തി. ഞങ്ങൾ അതിപ്പോൾ പുറത്തൊക്കെ കയറി ഇരിക്കാൻ ആയിട്ടുണ്ട്. അത് അതിൻ്റെ മുകളിലൊക്കെ ഇരിക്കാറായിട്ടുണ്ട്. അപ്പോൾ അതിൻ്റെ മുകളിലിരുന്ന് ഞങ്ങൾ അവിടെ ചെന്ന് ആനയെ കെട്ടി. രാമൻകുട്ടിനാർ വന്നു, ആനയെ കണ്ടു. ഉടമസ്ഥനും അവരൊക്കെ വലിയ മലയാളിയല്ല, അദ്ദേഹത്തിൻ്റെ മക്കൾ, അവരെല്ലാവരും വന്ന് കണ്ടു സംസാരിച്ചു. കേശവൻ ചേട്ടൻ എന്നെ അവർക്ക് പരിചയപ്പെടുത്തി കൊടുത്തു. ഇങ്ങനെ മറ്റേ കൊച്ചാനയുടെ കൂടെ വന്നിട്ടുണ്ടായിരുന്നതാണ്, മിടുക്കനാണ്, അത്യാവശ്യം കാര്യങ്ങളൊക്കെ അറിയാം, പഠിപ്പിച്ചു കൊടുത്താൽ നല്ലൊരു പണിക്കാരനാവും എന്ന് പറഞ്ഞിട്ട് ഈ രാമൻകുട്ടി നായരുടെ അടുത്ത് എന്നെ അങ്ങോട്ട് ഏൽപ്പിച്ചു. ഞാൻ അങ്ങോട്ട് ഏൽപ്പിക്കുകയാണെന്ന് പറഞ്ഞിട്ട് എന്തെങ്കിലും ബുദ്ധിമുട്ടുണ്ടെങ്കിൽ തിരുവല്ലയ്ക്ക് വിളിച്ച് പറഞ്ഞാൽ മതി, ഞാൻ വന്ന് അവനെ അങ്ങോട്ട് കൊണ്ടുപോയിക്കോളാം, അതൊന്നും വേണ്ട അവരിവിടെ നിന്നോളൂ എന്ന് പറഞ്ഞു. അങ്ങനെ എനിക്ക് സങ്കടം ഉണ്ടായിരുന്നു പുള്ളി പോയപ്പോൾ, അതുപോലെ എന്നെ കെയർ ചെയ്തു. അപ്പോൾ എന്നോട് പറഞ്ഞു നീ വിഷമിക്കൊന്നും വേണ്ട, എന്താവശ്യം ഉണ്ടെങ്കിലും നീ തിരുവല്ലായി വന്നാൽ മതി, ഞാനവിടെ ഉണ്ടാവും, ധൈര്യമായിട്ട് നിന്നോ എന്ന് പറഞ്ഞിട്ട് എന്നെ അവിടെ ഏൽപ്പിച്ച് പുള്ളി പോയി. അപ്പം അവിടെ നിന്നാണ് ഒരു ഗുരുവിൻ്റെ കീഴിൽ ഞാൻ ആനപ്പണി എന്താണെന്ന് അറിയുന്നത് അല്ലേ. അങ്ങനെ രാമൻകുട്ടി നായരോടൊപ്പം പിറ്റേ ദിവസം മുതൽ അപ്പോൾ ആന എനിക്ക് അത്യാവശ്യം സെറ്റായി. പിന്നെ കെട്ടി അഴിക്കേണ്ട ആവശ്യങ്ങളൊന്നുമില്ല. 2 ദിവസം അതിൻ്റെ അടുത്തൊന്ന് പെരുമാറിക്കഴിഞ്ഞാൽ ആന നമ്മൾ പിടിക്കുന്നതിലേ വരുന്നുള്ളൂ.
അപ്പോൾ കാലൊന്നും അറിയത്തൊന്നുമില്ല ആനയ്ക്ക്, ഒന്നും അറിയത്തില്ല. മേളിൽ അത്യാവശ്യം ഒന്ന് ഇരിക്കാനായി, ഇടയ്ക്ക് വല്ലാണ്ടൊന്നും ഇതാകുമ്പോൾ അങ്ങ് ഇറങ്ങും, പിന്നെ നടക്കും, അങ്ങനെയൊക്കെ ഉള്ളൂ. അപ്പോൾ അതവിടെ പിള്ളേരെയൊക്കെ കയറ്റിയിരുത്തി ശീലിപ്പിച്ചത്. ഞാനും ഒരു പയ്യനായതുകൊണ്ട് തന്നെ കയറ്റിയിരുത്തിയെന്നേ ഉള്ളൂ. അങ്ങനെ അവിടെ ചെന്നു, ആശാൻ വന്നു. ആശാൻ വന്നിട്ട് അവിടുന്ന് ഞങ്ങൾ ഒരുമിച്ച് ആനയുടെ കൂടെ അഴിച്ചു. ആഞ്ഞിലിത്തനം തോട്ടിൽ കുളിപ്പിക്കാൻ കൊണ്ടുപോകും, തീറ്റയ്ക്ക് കൊണ്ടുപോകും. അപ്പോൾ എന്നെ ആനയുടെ മുകളിൽ കയറ്റിയിരുത്തും. കണ്ടിന്യൂ ആയിട്ട് കയറി ഇരുന്നിട്ട് എന്തൊക്കെ ചെയ്യണം, എങ്ങനെയൊക്കെ കാലനക്കണമെന്ന് എനിക്ക് പഠിപ്പിച്ചു തരുന്നു. ഞാനത് കുറേശ്ശെ അനക്കി ആനയെ അത് പഠിക്കുന്നു. പ്രാക്ടിക്കലായിരുന്നു, എല്ലാം പ്രാക്ടിക്കലായിരുന്നു. അപ്പോൾ ആന കുടയോ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ ആകുമ്പോൾ എങ്ങോട്ട് തോട്ടിക്ക് വെക്കണം, എങ്ങനെ വെക്കണം, ഇതെല്ലാം ഓരോന്നും സന്ദർഭത്തിനനുസരിച്ച് എനിക്ക് പറഞ്ഞു തന്നുകൊണ്ടിരുന്നു. ആനയെ കുളിപ്പിക്കുമ്പോഴാണെങ്കിലും, ആന തല്ലേണ്ട കാര്യമാണെങ്കിലും, അല്ലെ എങ്ങനെ തല്ലണം, എപ്പോൾ തല്ലണം എന്നൊക്കെയുള്ള ശരിയായ രീതിയിലുള്ള പാഠങ്ങൾ എനിക്ക് പറഞ്ഞു തന്നുകൊണ്ടിരുന്നു. ഇപ്പോൾ പുള്ളി പറയുന്നത് അനുസരിച്ച് തന്നെ ഞാൻ പണിയെടുക്കുന്നുമുണ്ട്. അങ്ങനെ ആനെ ഒരു മാസം കഴിഞ്ഞപ്പോൾ ആനെ ഞങ്ങൾ വായ്പൂരം എന്ന് പറയുന്ന സ്ഥലത്ത് തേക്കുംകര പിടിക്കാൻ കൊണ്ടുപോയി. തേക്കുംകര പിടിക്കാൻ വേണ്ടിയിട്ട് അവിടെ കൊണ്ടുപോയിട്ട് പണി പഠിപ്പിക്കാൻ കൊണ്ടുപോകണം. അപ്പോൾ തേക്കുംകരയാകുമ്പോൾ ആനക്കുട്ടികളൊക്കെ പാകമാണ്. ഈ പോസ്റ്റിൻ്റെ ഇലക്ട്രിക് പോസ്റ്റിന് ഉപയോഗിക്കുന്ന തേക്കുംകര സർക്കാരിൻ്റെ, അത് പിടിച്ചു വയ്ക്കാനാണ് നമ്മൾ പോണത്. പണി തുടങ്ങി ഞാൻ മുകളിലിരുന്നിട്ട് പണിയും അങ്ങനെ കടിച്ചു വലിച്ച് ചെറിയ ചെറിയ കഷ്ണങ്ങൾ എടുപ്പിച്ച് ആന വലിച്ചുകൊണ്ട് വരും. ആദ്യം ഒരു ബ്രെല്ലും ബ്രേക്കും ഇല്ലാത്ത പോക്കൊക്കെയാണ്. അപ്പോൾ തോട്ടിക്ക് പിടിച്ചു നിർത്തും. അങ്ങനെ മെല്ലെ മെല്ലെ കുറേശ്ശെ ആന പഠിച്ചു തുടങ്ങി. പിന്നെ ഞാൻ ആനയെ പണിയിക്കാനും ഞാൻ പഠിച്ചു തുടങ്ങി. അപ്പോൾ ആശാൻ കാണിച്ചു തരും കുഴകാലുകളൊക്കെ, 18 കാലുണ്ട്. നമ്മൾ ചുവട്ടിൽ നിന്ന് എന്തൊക്കെ സംസാരിക്കുന്ന ആനയെ കൊണ്ട് ചെയ്യിപ്പിക്കാൻ പറ്റുമോ അതെല്ലാം സംസാരിക്കാതെ ആനയുടെ പുറത്തിരുന്ന് കാലനക്കിക്കൊണ്ട് നമുക്ക് ചെയ്യാൻ പറ്റണം. അപ്പോൾ ആ 18 കാല്, അതിൽ അരക്കാല് നമുക്ക് ശത്രുക്കളെ ഓടിക്കാൻ മാത്രമേ. അതെ, അത് ഒരു ആന കുത്താൻ വരുവാണെന്ന് വെച്ചാൽ നമുക്ക് കാലനക്കിയാൽ അതിനെ അറ്റാക്ക് ചെയ്യാൻ ആ ഒരു ധൈര്യം ആനയ്ക്ക് കിട്ടാൻ വേണ്ടി നമ്മൾ നായൊക്കെ കുറച്ചിട്ട് വരുമ്പോൾ, പട്ടിയൊക്കെ കുറച്ച് വരുമ്പോഴത്തേക്ക് അതിൻ്റെ നേർക്ക് കാണിച്ചിട്ടൊക്കെ പഠിപ്പിക്കുക അത്. അപ്പോൾ അങ്ങനെ എല്ലാവിധ കാലുകളും അവിടെയാണ് നമ്മൾ പഠിച്ചത്. പണിസ്ഥലത്താണ് എല്ലാ കാലുകളും. കുഴകാലുകളെല്ലാം പണിസ്ഥലത്താണ് വരുന്നത്. മറ്റേ ബേസിക് ആയിട്ടുള്ള 6 കാലുകളാണ് നമ്മൾ സാധാരണഗതിയിൽ ആനയ്ക്ക് ഉപയോഗിക്കുന്നത്. അതായത് മുന്നോട്ടും പുറകോട്ടും, ഇടത്തോട്ടും വലത്തോട്ടും, മേളിലോട്ടും താഴോട്ടും, ആ 6 എണ്ണം. പിന്നെ വരുന്നതെല്ലാം കുഴകാലുകളാണ്. പണിസ്ഥലത്തൊക്കെയാണ് അത് വരുന്നത്. മാടി വയ്ക്കാൻ, നീക്കാൻ, താങ്ങാൻ, നകത്താൻ, പിന്നാക്കം നടകൊണ്ട് മാടി വയ്ക്കാൻ. അത് ശരി. ആ പണിസ്ഥലത്താണെങ്കിൽ നടകൊണ്ട് മാടി വയ്ക്കും. അതുപോലെ ഇങ്ങനെ നീളെ ബേക്കിലേക്ക് മാടി വയ്ക്കും. അത് ശരി. അതുപോലെ ഇങ്ങനെ സൈഡിലേക്ക് മാടി വയ്ക്കും. അതെല്ലാം കുഴകാലുകളാണ്. അങ്ങനെ കാലെല്ലാം പഠിച്ചു. അങ്ങനെ ആശാൻ്റെ കൂടെ കണ്ടിന്യൂ ആയിട്ട് ഒരു കൊല്ലത്തോളം അങ്ങനെ പണികളും കാര്യങ്ങളും നാട്ടുമ്പുറത്തെ പണിയെടുക്കും. ഞങ്ങൾ എഴുന്നള്ളിപ്പിന് പോകും. പായ്പാട്ടമ്പലം മുതൽ അങ്ങോട്ട് പരിപാടികളെടുത്തു. ആ എഴുന്നള്ളിപ്പുകൾ, തീറ്റയ്ക്ക് പോകുന്നു. അങ്ങനെ ഒരു ആനയുമായിട്ട് ബന്ധപ്പെട്ടതെല്ലാം എനിക്ക് വ്യക്തമായിട്ട് നന്നായിട്ട് പറഞ്ഞു തന്നു. പിന്നെ ആശാൻ എന്നെക്കൊണ്ട് തന്നെ കാര്യങ്ങൾ ചെയ്യിപ്പിച്ചു തുടങ്ങി. ആശാൻ മാറി നിന്ന് കണ്ട് ഞാൻ ചെയ്യുന്നതെല്ലാം പക്കയാണെന്ന് ബോധ്യപ്പെട്ടു. അങ്ങനെ നിൽക്കുമ്പോൾ ആശാൻ്റെ പഴയ മുതലാളി എന്ന് പറയുന്നത് ഈ മല്യത്ത് വരുന്നതിന് മുമ്പ് അദ്ദേഹം ഇവിടെ പോപ്സ കമ്പനിയിലാണ് വന്നത്. നിലമ്പൂരിൽ നിന്ന് ഒരു ഗണേശൻ എന്ന് പറഞ്ഞൊരു ആനെ പോപ്സക്കാർ മേടിച്ചിട്ട് അങ്ങനെയാണ് തിരുവിതാംകൂറിലേക്ക് അദ്ദേഹം വരുന്നത്. അങ്ങനെ അവർ മഞ്ചേരി കുട്ടികൃഷ്ണൻ എന്ന് പറഞ്ഞൊരു ആനയെ മേടിച്ചു. അന്നേരം അദ്ദേഹം അങ്ങോട്ട് പോയി. അവിടേക്ക് പോകുന്ന സമയത്ത് എന്നെ ഇവിടെ ഏൽപ്പിച്ചു തന്നിട്ടാണ് പോലെ. അങ്ങനെ 16-ാമത്തെ വയസ്സിൽ ഞാൻ ഈ ആനയുടെ ചുമതലക്കാരനായി. അത് 16-ാമത്തെ വയസ്സിൽ ഒന്നാം പാപ്പാനായി. ഞങ്ങൾ പോയി തീറ്റ വെട്ടി വരും, ആനയെ കുളിപ്പിക്കും. അതിനിടയ്ക്ക് ഉത്സവം തുടങ്ങി ഞങ്ങൾ ആനയെ എഴുന്നള്ളിക്കാൻ കൊണ്ടുപോയി. അങ്ങനെ കുന്നത്താനം അമ്പലത്തിൽ എഴുന്നള്ളിച്ച് നിൽക്കുമ്പോൾ വലിയ മുതലാളി മരിച്ചു. അത് കഴിഞ്ഞ് ഞാൻ ചങ്ങനാശ്ശേരിയിൽ ഇളങ്കാവ് അമ്പലത്തിൽ ആനയെ കൊണ്ടുവന്നു 10-ാമത്തേത്തിന്. അങ്ങനെ ഞാൻ വീട് വിട്ട് പോയതിന് ശേഷം ആദ്യമായിട്ട് തിരിച്ച് വീട്ടിലോട്ട് ആദ്യമായിട്ടും അവസാനമായിട്ട് ഒരേ ഒരു പ്രാവശ്യം മാത്രമേ ആന എഴുന്നള്ളിച്ചിട്ടുള്ളൂ. അവിടെ ഇളങ്കാവിൽ ആന എഴുന്നള്ളിച്ചിട്ടുള്ളൂ. അത് ശരി. ഈ വിനോദിനെ കൊണ്ടുപോയി ചെമ്പിയറ ഭാഗത്തു നിന്നുള്ളൊരു കുംഭകോട വരുന്നു. അതിന് എഴുന്നള്ളിച്ച് അമ്പലത്തിൽ വന്നു. ആ നാട്ടുകാർ മുഴുവൻ കണ്ടു ഞാനൊരു ആനയെ കൊമ്പ് പിടിച്ച് എഴുന്നള്ളിച്ച് വരുന്നത് ഒന്നാം പാപ്പാനായിട്ട്. അങ്ങനെ അത് കഴിഞ്ഞ് ഞാൻ തിരിച്ചവിടെ ചെല്ലുമ്പോഴേക്കും അവിടെ ആനയെ കാത്തിട്ട് ഒരാൾ ഇരിക്കുന്നുണ്ടായിരുന്നു. അപ്പോൾ ഞാൻ പയ്യനായതുകൊണ്ട് എൻ്റെ കയ്യിൽ ഈ ആനയെ തന്നു വിട്ട് കഴിഞ്ഞാൽ അത് വളർന്നു വരുന്ന ഒരു ആനക്കുട്ടിയല്ലേ. അപ്പോൾ അതിൻ്റെ ദോഷവശങ്ങൾ മുതലാളിയെ പറഞ്ഞ് മനസ്സിലാക്കിയിട്ട് അങ്ങനെ അവർക്ക് ആനയെ ചുമതല കൊടുക്കും. എന്നിട്ട് എന്നോട് കൂടെ വന്നോളാൻ പറയും. അങ്ങനെ ഈ
എനിക്ക് ചുമതല കിട്ടിയതിന് ശേഷം ഒരു 3-4 തവണ ഇങ്ങനെ ഉണ്ടായി. അന്നേരമൊക്കെ അവിടെ ചെന്ന് കഴിയുമ്പോൾ അവരതിനെ കൊണ്ട് വലിയ തടി പിടിപ്പിക്കും, ഞാനത് സമ്മതിക്കത്തില്ല. ശരി. അപ്പോൾ ആശാൻ എനിക്ക് പറഞ്ഞു തന്നിട്ടുണ്ട് ഈ ആനയ്ക്ക് എത്ര ഭാരം വരെ പിടിക്കാൻ പറ്റും, അതിനപ്പുറമുള്ള ഭാരം പിടിപ്പിച്ചാൽ ചങ്ക് പൊട്ടിയത് ചത്തുപോകും എന്നൊക്കെ എനിക്ക് പറഞ്ഞു തന്നിട്ടുള്ളതുകൊണ്ട് ഞാൻ ആ ഒരു പരിധി വിട്ടിട്ട് പണിയാൻ ഞാൻ സമ്മതിക്കത്തില്ല. അങ്ങനെ ഞാൻ കയറി ഉടക്കി നിൽക്കുമ്പോൾ എന്നെ അടിക്കും. ശരി. അടിയും കൊണ്ടുകൊണ്ട് ഞാൻ ഓടി എതിരേലൊക്കെ കറങ്ങി തിരിഞ്ഞ് മല്യത്ത് വന്ന് വിവരം പറയും. അപ്പം ഞാനെന്താ കാണിച്ചേ എന്നൊന്നും അവർക്കറിയാതെ അപ്പോഴത്തേക്കും അവിടെ ആന പഴക്കമുണ്ടാക്കി അത് ഓടിപ്പോവും. അത് അടിയൊക്കെ കൊണ്ടു കഴിഞ്ഞാൽ അത് ഓടിപ്പോവും. അതിന് വിശ്വാസം ഇല്ലാഞ്ഞിട്ട് അത് ഓടിപ്പോവും. ഒരു പ്രാവശ്യം കൈവിട്ടിട്ട് വാകത്താനത്ത് ഇതുപോലെ അയാൾ എന്നെ തല്ലിയിട്ട് ഞാൻ പോകുന്നു. ഒരു ശിവരാമൻ എന്ന് പറഞ്ഞൊരു ആനക്കാരനായിരുന്നു. പുള്ളി എൻ്റെ ചെകുറ്റിക്ക് അടിച്ചു. ഞാനത് മേടിച്ചിഞ്ഞ് പോന്നു. തിരുവല്ലായി വന്ന് കടയിൽ വന്ന് ഭക്ഷണമൊക്കെ കഴിച്ചിട്ട് അവരുടെ സ്റ്റോർ റൂമുണ്ട്, അതിൻ്റെ പലഹാരമൊക്കെ ഉണ്ടാക്കുന്ന സ്ഥലമുണ്ട്. അവിടെ പോയിട്ട് ഡെസ്കിനടിയിൽ ഞാൻ കിടന്നു. ഇവരെന്നെ തിരഞ്ഞിട്ടൊന്നും കണ്ടില്ല കുറച്ച് നേരത്തേക്ക്. അപ്പോൾ അവിടെ ആന ഒരു 600 മൂട് വാഴ, റോബസ്റ്റ് വാഴകൾ കഴിപ്പിച്ചു. തടി പിടിച്ചെടുത്തൊന്ന് ഓടിപ്പോയതാണ്. വാഴത്തോട്ടത്തിൽ കയറിയിട്ടൊക്കെ തകർത്ത് കളഞ്ഞു. അതിനകത്ത് കിടന്ന് ബഹളമായിരുന്നു. സന്ധ്യയായിട്ടും കെട്ടാൻ പറ്റാണ്ടായിട്ട് അങ്ങനെ എന്നെ തപ്പി പിടിച്ച് എഴുന്നേപ്പിച്ചു, കാറിൽ കൊണ്ടുപോയി. ഞാൻ ചെന്നൊരൊറ്റ വിളിച്ചപ്പോൾ ആന വന്നു, സ്റ്റക്കായിട്ട് നിന്ന്. ഞാൻ ഓടിച്ചൊന്ന് ആനക്ക് കയറി കെട്ടി പിടിച്ചു. ഞാനതിനെ അപ്പം തന്നെ ചങ്ങലയെല്ലാം വാരി കാറിലിട്ട് കൊടുത്തിട്ട് ഞാനതിൻ്റെ പുറത്ത് കയറിയിട്ട് ഞാൻ പായിപ്പാട്ടേക്ക് കൊണ്ടുവന്നു ആനെ. പിന്നെ കുറച്ചാൾ എന്നെ തന്നെ വെച്ചു. വീണ്ടും ഇതുപോലെ ആൾക്കാർ വന്ന് ശല്യപ്പെടുത്തുമ്പോൾ മുതിർന്ന ആനക്കാർ ഇങ്ങനെ വന്നുകൊണ്ടിരിക്കുക. അപ്പോൾ വീണ്ടും കൊടുക്കും. അങ്ങനെ 2-3 പ്രാവശ്യം ഉണ്ടായി. ആ ലാസ്റ്റ് ഞാൻ ഇളങ്കാവ് കഴിഞ്ഞ് എൻ്റെ നാട്ടിൽ എഴുന്നള്ളിച്ചിട്ട് ഞാൻ തിരിച്ചു വന്നപ്പോൾ മരക്കാൻ ബേബി എന്ന് പറഞ്ഞ ഒരാൾ കോഴഞ്ചേരി പാലത്തിൻ്റെ അടുത്താണ്. പുള്ളി വന്നപ്പോൾ അയാളുടെ കൂടെ പോകാൻ പറഞ്ഞു. അപ്പോൾ എൻ്റെ വലിയ മുതലാളി മരിച്ചു പോയി കഴിഞ്ഞു. സഞ്ചയനത്തിൻ്റെ അന്നാണ് ഞാൻ തിരിച്ചു ചെല്ലുന്നത്. അപ്പോൾ ഇങ്ങേരുടെ കൂടെ ഞാൻ പോകാൻ പറഞ്ഞപ്പോൾ എനിക്ക് പറ്റില്ല പറഞ്ഞു. അപ്പോൾ വെല്ലിച്ചായി ഞങ്ങളൊക്കെ വിളിച്ചിരുന്ന വലിയ മുതലാളിയെ. വെല്ലിച്ചായി മരിക്കുന്ന സമയത്ത് ഞാൻ എന്നെ കുന്നംതാന അമ്പലത്തിൽ എഴുന്നള്ളിക്കായിരുന്നു പറഞ്ഞല്ലോ. മരിക്കുന്നതിന് തൊട്ട് മുന്നേ എന്നെ ആനയെ കാണണമെന്ന് പറഞ്ഞു. അദ്ദേഹത്തിന് കാണാൻ പറ്റിയില്ല. എന്നെ വിളിച്ചുകൊണ്ട് വരാൻ പറഞ്ഞു. എന്നെ വിളിച്ചുകൊണ്ട് വന്നു. ആനയെ നല്ലോണം നോക്കണം. അവരോട് എല്ലാവരോടും പറഞ്ഞു അവനെ വികൃതിയാണെന്നാലും അവനെ ഇവിടുന്ന് പറഞ്ഞു വിടരുത്. ഈ ആനക്കുട്ടിയെ ഒരു കാലത്ത് വിൽക്കരുത്, അതെന്നും ഇവിടെ തന്നെ ഉണ്ടാവണം, അതിൻ്റെ ആയസത്തോളം ഇവിടെ തന്നെ ഉണ്ടാവണം എന്നൊക്കെ പറഞ്ഞ് എല്ലാവരോടും അതൊക്കെ അങ്ങനെ ചെയ്യാവുന്ന എല്ലാ മക്കളും സമ്മതിച്ചതാണ്. എന്നിട്ട് അദ്ദേഹം പിറ്റേ ദിവസം ആയപ്പോഴേക്കും അദ്ദേഹം മരിച്ച് സഞ്ചയനമായപ്പോഴേക്കും ആനയെ വേറൊരാൾക്ക് കൊടുക്കാൻ പോകുന്നു. അപ്പോൾ എനിക്കത് അംഗീകരിക്കാൻ പറ്റുന്നില്ല. കാരണം എനിക്ക് ചട്ടമുള്ള ആന, ഞാൻ ഒന്നാം പാപ്പാനായിട്ടുള്ള നിന്നിരുന്ന ആന, അതിപ്പോൾ വേറൊരാളുടെ കീഴിൽ നിൽക്കാൻ എനിക്ക് അങ്ങോട്ട് അനുവദിക്കുന്നില്ല. വേറൊരു ആനയ്ക്കാണെന്ന് വെച്ചാൽ ഞാൻ ആരുടെ കൂടെ നിൽക്കാം. ഈ ആനമേൽ ഒരാളുടെ കൂടെ നിൽക്കാൻ പിന്നെ എനിക്ക് മനസ്സ് വരുന്നില്ല. അപ്പോൾ ആ ഒരു ചിന്ത കൊണ്ടായിരിക്കണം ഞാൻ അവിടുന്ന് ഇറങ്ങി അവിടുന്ന് പോന്നു. ഏകദേശം എത്ര 2 കൊല്ലത്തോളം അതിന് അവിടുന്ന് പിന്നെ വിട്ടിട്ട് ഞാൻ പോപ്ഷൻ്റെ അവിടെ പോയി. അപ്പോൾ ആശാൻ കൂപ്പിലേക്ക് പോയേക്കാണ്. അപ്പോൾ അവിടെ മാന്നാറ് എടശ്ശേരി ശങ്കരൻ നായർ ഒരു ബാലകൃഷ്ണൻ എന്ന് പറഞ്ഞ ആന കല്ലിശ്ശേരി ഭാഗത്തുണ്ടെന്ന് അറിഞ്ഞു. അതിൻ്റെ ആളില്ലായിരുന്നു അതിന്. അപ്പോൾ അങ്ങനെ അറിഞ്ഞപ്പോൾ പോപ്ഷൻ്റെ അവിടെ വെച്ചിട്ട് അറിഞ്ഞപ്പോൾ എല്ലാം നടന്ന് അവിടെ എത്തി അവരുടെ കൂടെ കൂടി. ആശാൻ ഗോപാലി എന്ന് പറയുന്നൊരു ചട്ടക്കാരനായിരുന്നു. ആ 1 മാസം അതുമ്പോൾ നിന്നു. അതിനിടയിൽ 1 മാസം ആറായപ്പോഴേക്ക് ഇതിനെ അതിൻ്റെ ഉടമസ്ഥൻ്റെ വീട്ടിലേക്ക് കൊണ്ടുപോകാൻ ഉള്ള ദിവസമാണ്. അന്ന് പുള്ളി അതിൻ്റെ തലേദിവസം ഉടമസ്ഥൻ്റെ അവിടം വരെ പോയി. അപ്പോൾ എന്നോട് പറഞ്ഞു അവിടെ ആന കെട്ടിയേക്കുന്നതിൻ്റെ ആ തോടിൻ്റെ ഇപ്പുറത്ത് ഒരു മുരിക്കി നിൽക്കുന്നുണ്ട്. അതിൻ്റെ മണ്ട അങ്ങനെ തന്നെ അങ്ങോട്ട് മുറിച്ചിട്ട് ഒരു കയറ് കെട്ടിയിട്ട് അങ്ങോട്ട് ഇട്ട് കൊടുത്താൽ മതി, ആന വലിച്ചങ്ങ് അടുപ്പിച്ചോ എടുത്തോളൂ എന്ന് പറഞ്ഞു. ഞാൻ വെട്ടിയിട്ട് കൊടുത്തോളാം എന്ന് പറഞ്ഞു. പുള്ളി അങ്ങ് പോയി. ഞാൻ രാവിലെ ചായ കുടിയെല്ലാം കഴിഞ്ഞ് വന്നിട്ട് ഞാൻ ഈ മുരിക്കെ കയറി. മുരിക്ക് കയറുമ്പോൾ മുരിക്ക് ചീകി, അപ്പം നിറച്ച് മുള്ളല്ലേ, മുരിക്ക് ചീകി കൊതയടിച്ചിട്ട് വേണം കയറാൻ. കൊതയടിച്ച് ചീകി ഞാൻ മേളിൽ കയറി. അതിൻ്റെ മണ്ട ഭാഗം ആനയ്ക്ക് തിന്നാൻ പറ്റി ഇങ്ങനെ ശകരമായിട്ട് നിൽക്കുന്ന ഒരു ഭാഗമുണ്ട്. അവിടെ വെച്ചിട്ട് ഞാൻ മുറിച്ച് അതങ്ങോട്ട് മറിയുന്ന സമയത്ത് ഇതിലൊരു വള്ളി എന്തോ ഉടക്കി നിന്നതോ എന്തോന്നറിയില്ല. ഈ മണ്ട അങ്ങോട്ട് മറിഞ്ഞോട് കൂടിയിട്ട് ഭയങ്കരമായിട്ട് ഞങ്ങൾ ജെർക്ക് ചെയ്തു. ഞാൻ ഇതിൽ നിന്ന് പിടുത്തം വിട്ട് തെറിച്ചിട്ട് ഞാൻ മുകളിലേക്ക് പൊങ്ങിപ്പോയിട്ട് ഒരു കഴുങ്ങുമ്മ പോയിട്ട് വട്ടം അടിച്ചു. അടയ്ക്കാൻ മരത്തിൽ വട്ടം അടിച്ചിട്ട് ഞാൻ കറങ്ങി കമന്നടിച്ചത് താഴെ വീണു. എത്ര ഹൈറ്റ് ഉണ്ടാകും? അത് ഒരു 10-15 അടി ഉയരമുണ്ട്. അപ്പോൾ ഇത് ഒരു സൈക്കിൾ മീൻകാരൻ ഇങ്ങനെ വരുന്നുണ്ടായിരുന്നു. അപ്പോൾ ഇത് ഒടിയുന്ന ശബ്ദം കേട്ട് അയാൾ നോക്കിയപ്പോൾ ഞാൻ തെറിച്ച് വീഴുന്നതൊക്കെ കണ്ടു. അപ്പോൾ ചെറിയൊരു അടിക്കാറുണ്ട്. ഞാൻ മെല്ലെ കൈ കുത്തിയിട്ട് തല പൊക്കി മെല്ലെ ഇങ്ങനെ റോഡിലേക്ക് നോക്കി. അപ്പോൾ എനിക്ക് ബലം കൊടുക്കാൻ പറ്റുന്നില്ല. ഞാനങ്ങ് കവന്നങ്ങ് വീണു. അപ്പോൾ മേളിലോട്ട് പൊങ്ങി വരുന്നതും വീഴുന്നതും വീണ്ടും അയാൾക്ക് മനസ്സിലായി. അപ്പോൾ ഞാൻ ഇയാൾ നിൽക്കുന്ന കണ്ടു. സൈക്കിളിൽ ഒരു കാല് കുത്തിയിട്ട് സൈക്കിളിൽ ഇറങ്ങിയിട്ടില്ല, ഇങ്ങനെ നിൽക്കുന്നു. ആ നിപ്പം എൻ്റെ മനസ്സിൽ ഇപ്പോഴും ഉണ്ട് ആ ഫ്രെയിം. ആ പുള്ളി അവിടുന്ന് സൈക്കിൾ സ്റ്റാൻഡിൽ വെച്ചിട്ട് ഓടി വന്ന് എന്താ പറ്റിയടാന്ന് ചോദിച്ചിട്ട് എന്നെ കോരിയെടുത്ത് ആനക്കാരൻ്റെ വീട്ടിൽ കൊണ്ടുവന്ന് കിടത്തി. അപ്പം ആശാ ഗോപാലി എന്ന് പറഞ്ഞാൽ ഈ ചട്ടക്കാരൻ അവിടെ ഇല്ല. അപ്പോൾ അവരെല്ലാവരും ഓടി വന്നു.
എന്താ പറ്റിയെന്ന് വെച്ചാൽ അപ്പോൾ എനിക്ക് മിണ്ടാനും പറയാനൊന്നും വയ്യ, ആകെ അങ്ങ് പുള്ളി ഉടനെ ഈ മീൻകാരൻ പറഞ്ഞ് അവിടെ കണ്ട് വൈദ്യശാല ഉണ്ട്, ഓടിപ്പോയിട്ട് ചെന്നിനായകം മേടിച്ചുകൊണ്ട് വന്നു. 5-6 നാടൻ കോഴിമുട്ടയൊക്കെ ഇവിടെ ഉണ്ടെന്ന് പറഞ്ഞവർ. ഒരു 4-5 കോഴിമുട്ടയുടെ വെള്ളക്കരുവ് എടുത്തിട്ട് ചെന്നിനായ ഒരു ഇത്ര കഷ്ണം വലിയതാകം പച്ചവെള്ളം ഒഴിച്ചിട്ട് ഒരു ചീനിച്ചട്ടിക്കകത്ത് വെച്ചിട്ട് പെട്ടെന്ന് അങ്ങേര് തന്നെ ആ മീൻകാരനാണ് അത് ചെയ്തത്. അത് തിളപ്പിച്ച് ഇതാക്കിയിട്ട് ഇതിലൊഴിച്ചിട്ട് പച്ചയീർക്കിലി 10-14 പച്ചയീർക്കിലി 14 പച്ചയീർക്കിലി ഒരു ചാട് നീളത്തിൽ മുറിച്ചെടുത്തിട്ട് അതിൻ്റെ തുമ്പൊന്ന് വെറുതെ ഒന്ന് വെട്ടിയെത്തി പിടി കൊണ്ടൊന്ന് ചതച്ചിട്ട് എന്നിട്ട് അത് കെട്ടിയിട്ട് അതിൻ്റെ ആ അഴുക്കൊക്കെ കളഞ്ഞിട്ട് അതെടുത്തിട്ട് ഇതിൽ കപ്പിനകത്താണിത്, ഇതിലിട്ടിട്ട് നല്ലോണം നമ്മൾ ചായ അടിക്കുന്ന പോലെ അടിച്ച് പതയായി. അപ്പോൾ അതെടുത്ത് കോരി നല്ല അടിച്ച് കഴിഞ്ഞപ്പോഴത്തേക്ക് നല്ല പതയായി, കപ്പ് നിറച്ചായി. എന്നോട് പറഞ്ഞു വലിച്ചാണ്ട് കുടിച്ചോ, കൈക്കും വലിച്ച് കുടിച്ചോളാൻ പറഞ്ഞു, ഒന്നും നോക്കണ്ടെന്ന് പറഞ്ഞു. ഞാനത് വലിച്ചാണ്ട് കുടിച്ചു, ഒറ്റ ശ്വാസത്തിൽ മുഴുവൻ കുടിച്ചു. അപ്പോൾ എന്നിട്ട് അവരോട് പറഞ്ഞു ഇങ്ങനെ ഒരു 3 നേരം വെച്ച് കൊടുക്കുക എന്ന് പറഞ്ഞു. എന്നിട്ട് അവിടെ മൂലയ്ക്ക് പോയിട്ട് ഞാനും കിടന്നു. 3 ദിവസം അവിടെ കിടന്നു. അപകടം ആദ്യമായിട്ട് പറ്റിയൊരു ആനപ്പണിയിലോട്ട് വന്നിട്ട് ആദ്യത്തെ പരിക്ക്. 3 ദിവസം അവിടെ കിടന്നു. ആ 3 ദിവസം 3 നേരം വീതം ഇത് അങ്ങനെ 9 നേരം ഞാൻ ഈ സാധനം കഴിച്ചു. പിന്നെ കഞ്ഞിയൊക്കെ തരും, കഞ്ഞിയൊക്കെ അവർ തരും, അതൊക്കെ കഴിക്കും. ഭക്ഷണം വളരെ കുറച്ച്. ഇതാണ് എൻ്റെ മെയിൻ ഭക്ഷണമായിട്ട്. കോഴിമുട്ടയുടെ വെള്ളക്കരു ഇത് പറഞ്ഞ പോലെ അവരുണ്ടാക്കി തന്നു. പിറ്റേ ദിവസം ആയപ്പോഴേക്കും ഈ ആനക്കാരൻ വന്നു. പിന്നെ പുള്ളിയായി ആശുപത്രി പോകണമെന്ന് ചോദിച്ചു, ആശുപത്രിയിൽ ഒന്നും പോകണ്ടെന്ന് പറഞ്ഞു. പിറ്റേ ദിവസം ആയപ്പോഴേക്കും ഞാൻ എഴുന്നേറ്റ് നടന്നു തുടങ്ങി. 3-ാമത്തെ ദിവസം ആയപ്പോൾ ഞാൻ നല്ല ഇതായി. ഞാൻ പറഞ്ഞു കുഴപ്പമൊന്നുമില്ല, ഞാൻ വരാമെന്ന് പറഞ്ഞു. ഇപ്പോൾ ആനയും കൊണ്ട് പോവുക, അവർ മാന്നാറിന് പോവുക. അപ്പോൾ ഒന്നും ജോലി ചെയ്യാൻ പറ്റത്തില്ലല്ലോ, നീ വീട്ടിൽ പൊക്കോന്ന് പറഞ്ഞു എന്നോട്. അപ്പോൾ എനിക്ക് വീട്ടിലൊന്നും പോകാനില്ല. ഞാൻ പറഞ്ഞു ശരി എന്നാൽ ഞാൻ പൊക്കോളാന്ന് പറഞ്ഞിട്ട് ഞാൻ അവിടെ നിന്ന് ഇറങ്ങി നടന്ന് ഞാൻ ബോബ്സൻ്റെ അവിടെ വന്നു. ഒരു 4 കിലോമീറ്ററോളമുണ്ട് ഇവിടുന്ന്, ഒരു 4-5 കിലോമീറ്റർ ഉണ്ട്. ഞാൻ ബോബ്സൻ്റെ അവിടെ വന്നു അന്വേഷിച്ചപ്പം ജേക്കബ് സാർ എന്ന് പറയും, ബാബു സാറെന്നാണ് വിളിക്കുക എല്ലാവരും. ജേക്കബ് സാറ് ചെങ്കോട്ടയ്ക്ക് പോകാൻ വേണ്ടി അന്ന് വൈകുന്നേരം ചെങ്കോട്ടയ്ക്ക് പോകാൻ നിൽക്കുക, കുറച്ച് കഴിഞ്ഞാൽ പോകും. അപ്പോൾ ഡ്രൈവറോട് ചോദിച്ചപ്പോൾ ഞാൻ ഇടയ്ക്കിടയ്ക്ക് ആശാനോടെ ഉള്ളതുകൊണ്ട് ചെല്ലാറുള്ളതുകൊണ്ട് അറിയാം. അപ്പോൾ ചോദിച്ചപ്പോൾ പറഞ്ഞു ചെങ്കോട്ടയ്ക്ക് പോകുന്നുണ്ട്, പോന്നോളാൻ പറഞ്ഞു. അങ്ങനെ ബാബു സാറിൻ്റെ അടുത്ത് അവൻ പോയിട്ട് പറഞ്ഞു കയറിക്കോളാൻ പറഞ്ഞു. അവിടെ ചെന്ന് രാത്രിയിൽ വെളുപ്പിനെങ്ങാണ്ട് അവിടെ ചെന്നു. 4-5 ദിവസം ഞാൻ അവിടെ നിന്നു. അപ്പോഴേക്കും തടി ലോഡ് വന്നു അച്ചൻകോലിൽ നിന്ന്. ആ ലോഡിൻ്റെ കൂടെ അതിൻ്റെ ആശാൻ വന്നു. ഇവിടെ വന്നിട്ട് ആ വണ്ടി ലോറി തിരിച്ചു പോകുമ്പോൾ അതിൽ എന്നെ കൂപ്പിലേക്ക് കൊണ്ടുപോയി. ചെങ്കോട്ട തടി ഡിപ്പോയാണ്. അച്ചൻകോയിൽ കൂപ്പിൽ ആനകൾ പണിയുന്നുണ്ട്, അവിടേക്ക് കൊണ്ടുപോയി. അവിടെ ഈ അന്നപൂർണേശ്വരി ഗണപതി ആനയുണ്ട്, അതായത് മംഗലാകുന്ന് ഗണപതിയാണ്. അന്ന് അതൊരു 10-18 വയസ്സുള്ളൊരു ആനക്കുട്ടി. നല്ല ഭംഗിയാണ് കാണാൻ. ഒരു ശിവരാമൻ ചേട്ടനാണ് അതിനെ പണിയിപ്പുകാരൻ, കൊന്നിക്കാരൻ ഗോപിള്ള ചേട്ടൻ ചട്ടക്കാരൻ, അന്നപൂർണേശ്വരി വേലായുധൻ, അന്നപൂർണേശ്വരി ഗിരീശൻ. ചേട്ടനാണോ? ആ ഗോപിള്ള ചേട്ടൻ അല്ലല്ല, ഇത് കോന്നിക്കാരൻ ഗോപിള്ള ചേട്ടൻ. കീച്ചൻ്റെ ഗോപിള്ള ചേട്ടൻ ചെറുകോല. അങ്ങനെ അവിടെ പോയി അവർ ഈ ആനകൾ പണിയുന്നുണ്ട്. വേവറ ഒരു പിടിയാന, ആളെ കൊല്ലുന്ന ആനയാണ്, ഒരു പിടിയാനയുണ്ട്. അതിനെ അഴിച്ചു വിട്ടേക്കുന്ന സമയമാണ് വെച്ചാൽ ഒരു മനുഷ്യൻ പുറത്തിറങ്ങില്ല. അതിന് അച്ഛനും മോനും ഉണ്ട്, അവർക്ക് മാത്രമേ ചട്ടമുള്ളൂ. അപ്പോൾ ആഴ്ചയിൽ 2 പണി, 5 പണി, 2 ഒഴിവ്. ആ ഒഴിവ് ദിവസം ഞാൻ കാട് കയറിപ്പോവും, കാട് മുഴുവൻ നടക്കും. ഒരിക്കൽ ഒരൊറ്റ ആന എന്നെ ഓടിച്ചിട്ടൊരു പാറയുടെ മുകളിൽ കയറ്റി. ഇവർ പിന്നെ വെളുപ്പംകാലം ആയപ്പോഴേക്കും പാട്ട കൊട്ടി പന്തമൊക്കെ ആയിട്ട് വന്നിട്ടാണ് എന്നെ ഇറക്കിക്കൊണ്ടുവന്നത്. അന്ന് തന്നെ കുറേ വഴക്കൊക്കെ പറഞ്ഞു. അപ്പോൾ അത് കഴിഞ്ഞാണ് കാടുമായിട്ടുള്ള പണി. അവിടെ എത്ര നാളുണ്ടായിരുന്നു ഏകദേശം കൂപ്പിൽ? അവിടെ 6-7 മാസം നിന്നു. അതിനിടയ്ക്കാണ് ഈ കാട് കയറി പോയത്. എന്നിട്ട് വഴക്കൊക്കെ പറഞ്ഞ് ചീത്തയൊക്കെ പറഞ്ഞപ്പോൾ ഒരു ദിവസത്തെ പണി എല്ലാവരുടെയും ചുറ്റിപ്പോയി. അപ്പോൾ എല്ലാവരും ചീത്തയൊക്കെ പറഞ്ഞപ്പോൾ അവിടെ നിന്ന് ഇറങ്ങിപ്പോന്നു. മോഹൻലാലിൻ്റെ കൂടെ കൊല്ലത്തൊരു പരിപാടിക്ക് പോയി, പന്മന. അവിടെ വെച്ചൊരു ആനക്കാരനെ കുത്തുന്ന സമയം ഞാൻ മോഹൻലാലിൻ്റെ പുറത്തിരിക്കാൻ തോട്ടി ഇടാന്ന് പറഞ്ഞു. ഞാൻ പെട്ടെന്ന് തോട്ടി അങ്ങ് ഇട്ട് കൊടുത്തു. പുള്ളി ആന അടിച്ചിട്ട് വഴിക്ക് തന്നെ തോട്ടി ഇടാന്ന് പറഞ്ഞു. തോട്ടി അങ്ങോട്ട് ഇട്ട് കൊടുത്തു. പുള്ളി ആ തോട്ടി നിലത്ത് വീഴുന്നതിന് മുമ്പ് ചാടി പിടിച്ച് ഓടിച്ചെന്നു. അയാളെ കുത്തുമ്പോഴേക്ക് പുറകിൽ ഓടിച്ചെന്നു. ആന തോട്ടിക്ക് വെട്ടിയെടുത്തു. അതുകൊണ്ട് അയാൾ രക്ഷപ്പെട്ടു. ഞാൻ പെട്ടെന്ന് ചാടി ഇറങ്ങി, ഞാനും പോയിട്ട് പുറകിൽ പോയിട്ടൊരു 4 അതിനിട്ട് കൊടുത്തു. എന്നിട്ട് ആ ആനെ അവിടെ കൊണ്ടു കൊടുത്തു. അത് തൃക്കടവൂർ ശിവരാജുവിന് മുൻപ് ശിവൻകുട്ടി ആന ഉണ്ടായിരുന്നു, ഒറ്റക്കൊമ്പൻ. ആ ആനയായിരുന്നു.